ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ NDA സ്ഥാനാർത്ഥിയാകും. അടുത്ത ദിവസം മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കാൻ രാജീവ് ചന്ദ്രശേഖറിനോട് BJP ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകി എന്നാണ് സൂചന. പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കും. പത്തനംതിട്ടയിൽ മത്സരിക്കാൻ BJP ദേശീയ നേതൃത്വം K. സുരേന്ദ്രനോട് ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അലക്സ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് ആ അഭ്യൂഹങ്ങൾക്ക് വിരാമമാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയായി നിലവിൽ കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ MP ഒപ്പം എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് BJP ദേശീയ നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അത് മാത്രമല്ല, തിരുവനന്തപുരത്ത് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കാൻ BJP ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖർ നിർദ്ദേശം നൽകിയതായാണ് സൂചന. അതുമാത്രമല്ല, സംസ്ഥാന BJPയുടെ അണികളുടെയൊക്കെ ഗ്രൂപ്പുകളിലേക്ക് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രാധാന്യം മഹാത്മ്യമൊക്കെ വിവരിക്കുന്ന വീഡിയോകളും അതുപോലെ പോസ്റ്റുകളും ഒക്കെ ഇതിനോടകം വന്നു തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP സംബന്ധിച്ച് അവരുടെ ഏറ്റവും സുപ്രധാനമായ മണ്ഡലമാണ് തിരുവനന്തപുരം. ആ മണ്ഡലം പിടിക്കുന്നതിന് വേണ്ടി ഒരു കേന്ദ്ര നേതാവിനെ തന്നെ രംഗത്തിറക്കുന്നു. ശശി തരൂർ UDF-ന് വേണ്ടിയും പന്ന്യൻ രവീന്ദ്രൻ LDF-ന് വേണ്ടിയും കളത്തിലിറങ്ങുന്ന മത്സരത്തിൽ ഈ രാജീവ് ചന്ദ്രശേഖരൻ എത്രമാത്രം മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അലക്സ് റാം മുഹമ്മദ്, തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.